ഒരു ക്ലാസ്സിലെ 10 കുട്ടികൾക്ക് ഒരു പരീക്ഷയിൽ കിട്ടിയ സ്കോറുകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ദി സ്കോർസ് ഓഫ് 10 സ്റ്റുഡൻസ് ഇൻ എൻ എക്സാമിനേഷൻ ആർ ഗിവൺ ബിലോ. 11, 32, 33, 35, 39, 41, 45, 47, 48, 49. ഫൈൻഡ് ദി മീൻ സ്കോർ. സ്കോറുകളുടെ മാധ്യം കണക്കാക്കാനാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഫൈൻഡ് ദി മീഡിയൻ സ്കോർ. മധ്യമ സ്കോർ എത്രയാണ്? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് നമ്മളോട് മീൻ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്, അതായത് മാധ്യം. മാധ്യം കാണുന്നതിന് വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന എല്ലാ സംഖ്യകളും ഒരുമിച്ച് കൂട്ടി അവയെ അവയുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ നമുക്ക് 380 എന്ന് കിട്ടും. എത്ര സംഖ്യകളാണ് തന്നിരിക്കുന്നത്? 10 സംഖ്യകളാണ് നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. അപ്പോൾ 380നെ 10 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 38 എന്ന ആൻസർ കിട്ടും. അതായത് മാധ്യം നമുക്ക് 38, അതായത് മീൻ ഈക്വൽ ടു 38 എന്ന് പറയാം. അടുത്തതായി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദി മീഡിയൻ സ്കോർ, അതായത് മധ്യമ സ്കോർ എത്രയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മധ്യമം കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന നമ്പേഴ്സ് അസെൻഡിങ് ഓർഡറിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ഏതെങ്കിലും ഒരു ഓർഡർ കീപ്പ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകൾ ചില സമയത്ത് ഓർഡറിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓർഡറിലാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓർഡറിലല്ലെങ്കിൽ നമ്മൾ ഓർഡറിലാക്കിയതിന് ശേഷം കൃത്യ നടുവിലുള്ള നമ്പർ സെലക്ട് ചെയ്യുക. ആ കൃത്യ നടുവിലുള്ള നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മീഡിയൻ അഥവാ മധ്യമം എന്ന് പറയുന്നത്. അങ്ങനെ കൃത്യ നടുവിൽ ഒരു സംഖ്യയായി നമുക്ക് ആൻസർ കിട്ടുന്നില്ല എങ്കിൽ നടുവിൽ 2 സംഖ്യകൾ വരും. 2 സംഖ്യകൾ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ 2 സംഖ്യകളും കൂടി കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ മതി. ആ സമയത്ത് നമുക്കതിൻ്റെ മീഡിയൻ കിട്ടും. ഇപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സ് 10 ആണ്. 10 ഒരു ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യ ആകുന്ന സമയത്ത് നമുക്ക് കൃത്യം നടുവിലുള്ള സംഖ്യ കണ്ടെത്താൻ സാധിക്കില്ല. നടുവിൽ വരുന്ന സമയത്ത് 2 സംഖ്യകൾ വരും അല്ലേ? നമ്മൾ 9 സംഖ്യയാണെങ്കിൽ 4 നമ്പേഴ്സ് മുകളിലും 4 നമ്പേഴ്സ് താഴെയായി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യം നടുവിലൊരു നമ്പർ കിട്ടും. അതായത് ഒറ്റ സംഖ്യ ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ കൃത്യം നടുവിലെ സംഖ്യ കണ്ടെത്താൻ സിമ്പിളായിട്ട് കിട്ടും. അല്ലാത്ത പക്ഷം ഇരട്ട സംഖ്യകളാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ നടുവിലെ സംഖ്യ ഒരു സംഖ്യയായിട്ട് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നടുവിൽ 2 സംഖ്യകൾ വരും. അതായത് നമുക്കിവിടെ 10 സംഖ്യകളാണ് തന്നിരിക്കുന്നത്. ഈ 10 സംഖ്യകളുടെ നടുവിലെ സംഖ്യ എന്ന് പറയുമ്പോൾ മുകളിലേക്ക് 5ഉം താഴേക്ക് 5ഉം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നടുവിലൊരു സംഖ്യയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മുകളിൽ 4 നമ്പറും താഴേക്ക് 4 നമ്പറും മാറ്റി വെച്ച് കഴിഞ്ഞാൽ നടുവിൽ 2 നമ്പർ വരും. ഏതൊക്കെയാണ് 2 നമ്പർ വരിക? 39ഉം 41ഉം. അതായത് 11, 32, 33, 35 മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ചു. 45, 47, 48, 49 താഴേക്ക് മാറ്റി വെച്ചു. നടുവിൽ 2 നമ്പർ വരുന്നുണ്ടല്ലോ, 39, 41. അപ്പോൾ നമുക്ക് മീഡിയൻ കാണാൻ എന്ത് ചെയ്താൽ മതി? 39 + 41 ഡിവൈഡഡ് ബൈ 2. 39, 41 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 80 എന്ന് കിട്ടും. 80 ഹരിക്കണം 2. 80ൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മീഡിയൻ കണ്ടെത്താവുന്നതാണ്. 80ൻ്റെ പകുതി എത്രയാണ് വരുന്നത്? 40 ആണ് വരുന്നത്. അതായത് മീഡിയൻ = 40. നമുക്ക് എന്ത് കിട്ടി? മധ്യമ സ്കോർ 40.